എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒന്നാമത് അവിടെ ഒരു ചോദ്യം നമ്മൾ കാണുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. അടുത്ത് വായിച്ചേ. ഒരു നാളും അല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. അടുത്ത 12-ാമത്തെ വാക്യം. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ് ഈ അധ്യായം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 അധ്യായങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 11-ാമത്തെ അധ്യായം. ആമേൻ. സ്തോത്രം. ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ 11-ാമത്തെ അധ്യായം കൂടെ മാത്രമേ ഉപദേശപരമായി തിയോളജി പറയുന്ന ഈ 11-ാമത്തെ അധ്യായം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 12-ാമത്തെ അധ്യായം മുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാക്ടിക്കലായി നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് 12-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഈ വചനങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കേണ്ടത്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ പറയാറുണ്ട്, റോമാ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെ പേരാണ് വിശ്വാസത്താലുള്ള നീതീകരണം. സ്തോത്രം. പറഞ്ഞേ. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ ജാതിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ അറിയാത്തൊരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, അവൻ എങ്ങനെയാണ് നീതിമാനായി മാറാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് അവനെ നീതീകരിക്കുന്നത് എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സുവിശേഷകനായി മാറും. കാരണം മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നതെന്ന്. സ്തോത്രം. ആമേൻ. ഇസ്രായേല് യേശുക്രിസ്തു എന്ന പാറയിൽ തട്ടി ഇടറി വീണു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതിന് താഴോട്ട് ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഈ അധ്യായത്തിനകത്ത് നിന്ന് ഒരപ്പൻ്റെ ഹൃദയം കാണാൻ പറ്റി. സ്തോത്രം. ആമേൻ. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇസ്രായേൽ വീണു, അവർ തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ വചനം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മക്കളെ, ഒരു വാക്യം കൂടെ വായിച്ചു തരണേ. റോമർക്ക് എഴുതിയ ലേഖനം തന്നെ 11-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മക്കളെ. 1-ാമത്തെ വാക്യം വായിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ എന്നാ പറയുന്നേ? എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. സോദരമാ, അവിടെ നിൽക്കട്ടെ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? സ്തോത്രം. അതിന് മറുപടി അപ്പോസ്തലൻ തന്നെ പറയുന്നു, ഒരു നാളും ഇല്ല. സ്തോത്രം. കാരണം എന്നാ? നമ്മുടെ ദൈവം തള്ളിക്കളയാനും ഉപേക്ഷിച്ച് കളയാനും അവൻ അവിശ്വസ്തനായ ദൈവമല്ല, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവ്, എന്നാ പിന്നെ ഇസ്രായേലിന് എന്നാ പറ്റിയത്? അപ്പോഴേ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് എന്നാന്നറിയാമോ മക്കളെ? ഞാൻ ആ ജനത്തെ തള്ളിക്കളഞ്ഞതല്ല, അവരെന്നെ വിട്ട് ദൂരോട്ടോടി മാറുകയായിരുന്നു. സ്തോത്രം. അവരെന്റെ വഴികളെ അറിയാതെ, ആമേൻ സ്തോത്രം, അവരെന്റെ പാതയിൽ നടക്കാതെ, അവരെന്റെ സന്നിധിയിൽ നിൽക്കാതെ, അവരെന്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിക്കാതെ അവർ ദൈവത്തിങ്കൽ നിന്ന് ഓടി മാറുകയാണുണ്ടായത്. കർത്താവിന് മഹത്വം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു അപ്പന്റെ മനസ്സ് കാണാൻ പറ്റി. 11-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു അപ്പന്റെ മനസ്സുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ദൈവം എനിക്ക് തന്ന മെസ്സേജ് ഇതാണ്: അപ്പന്റെ വീട്ടിൽ വസിക്കണം. സ്തോത്രം. എവിടെ വസിക്കണം? അപ്പന്റെ വീട്ടിൽ വസിക്കണം. കർത്താവിന് മഹത്വം. ദൈവത്തോട് ചേർന്ന് വസിക്കണം. അതാ 103-ാം സങ്കീർത്തനം. മക്കളെ ഒന്ന് എടുക്കാമോ? 103-ാമത്തെ സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 13. കണ്ടോ അവിടെ ദാവീദ് പറയുന്ന കണ്ടോ? അപ്പൻ
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സ്തോത്രം, കർത്താവിന് മഹത്വം. ആരാ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം അവിടെ പറയുന്നു, ഞാനൊരപ്പനെ പോലെയാണ് മക്കളെ. ഹല്ലേലൂയ, ആമേൻ. ഒരപ്പൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെ ദൈവം പറയുകയാ, എനിക്കെൻ്റെ ജനത്തോട് കരുണ തോന്നുകയാണ്. സ്തോത്രം. ഒരപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, നമ്മുടെ മേൽ അവൻ്റെ കരുണ എത്രയോ വലിയതായി പകർന്നിരിക്കുകയാണ്. സ്തോത്രം. ഈ ആമേൻ സ്തോത്രം, ഹോളിനകത്ത് നമ്മളെ കൂട്ടി വരുത്തിയ ദൈവത്തിന്റെ സ്നേഹം വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അവന്റെ കരുണ എത്രയോ വലുതാണ്. ഈ ലോകത്തോടുകൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റുവട്ടത്തോടുകൂടെ നീയും ഞാനും നശിച്ചു പോകാമായിരുന്നു. എന്നാൽ നമ്മൾ നശിച്ചു പോകാതെ ഈ സന്ദേശം കേൾക്കുവാൻ ഇന്ന് വൈകുന്നേരം ഈ ഹോളിനകത്ത് കൂട്ടി വരുത്തിയത് അപ്പന്റെ കരുണയാണെന്ന് എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നുണ്ട്? കർത്താവിന്റെ മഹത്വം. അതുകൊണ്ട് അപ്പന്റെ വീട്ടിൽ എന്ത് ചെയ്യണം? വസിക്കണം. അപ്പന്റെ വീട്ടിൽ വസിക്കണം. ഒന്ന് പറഞ്ഞേ, അപ്പന്റെ വീട്ടിൽ വസിക്കണം. അപ്പന്റെ വീട്ടിൽ വസിക്കണം. സ്തോത്രം, ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. എല്ലാ കാലഘട്ടത്തിലും അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം അതൊരു വലിയ ബന്ധമാണ്, ദൃഢമായിട്ടുള്ള ബന്ധമാണ്, നിർവ്യാജമായിട്ടുള്ള ബന്ധമാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. നമ്മളെല്ലാം ഒരപ്പന് ജനിച്ച മക്കളാണ്, അല്ലേ? മാനുഷികമായി നമുക്കൊരു പിതാവുണ്ട്. സ്തോത്രം. അതിലുപരിയായി ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നു, നമുക്കൊരു നല്ല അപ്പൻ ഉയരത്തിലുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയത്, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. സ്തോത്രം. പൈതൽ പ്രായം മുതൽ എന്നെ ഇന്നേ വരെ പോറ്റി പുലർത്തിയ എൻ്റെ ദൈവം മതി എനിക്ക്. അപ്പന്റെ വീട്ടിൽ വസിച്ചാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? നമുക്ക് വേണ്ടി എല്ലാം അപ്പൻ നോക്കിക്കോളൂ. അപ്പന് നമുക്ക് വേണ്ടി എന്തുണ്ടായിരിക്കും? ഒരു കരുതലുണ്ടായിരിക്കും, അല്ലേ? പക്ഷെ പല മക്കൾക്കും അപ്പന്റെ വീട്ടിൽ വസിക്കുന്നത് അത്ര ശുഭകരമായ കാര്യം, അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം, അപ്പൻ എപ്പോഴും ഉപദേശിക്കും. എന്തോ ചെയ്യും? അപ്പൻ എപ്പോഴും ഉപദേശിക്കും. നമുക്കാണെങ്കിൽ എനിക്കും ഇഷ്ടമല്ലായിരുന്നു ഈ ഉപദേശമൊന്നും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ. അപ്പം അപ്പൻ്റെ വീട്ടിൽ നിൽക്കുന്നത് പലപ്പോഴും നമുക്ക് ഇഷ്ടമല്ല. കാരണം അപ്പൻ നമ്മളെ പലപ്പോഴും ഉപദേശിക്കും, ചിലപ്പോൾ അടി തരും. എനിക്കൊക്കെ കിട്ടിയ അടിക്ക് കയ്യും കണക്കില്ല, നല്ല അടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കും, ഈ അപ്പൻ എന്നോട് എന്തില്ല? സ്നേഹമില്ല. ഈ അപ്പൻ എന്നെ എങ്ങനെയെങ്കിലും അടിച്ചു കൊല്ലണം, ഇതാണ് ഈ അപ്പൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ഈ നശിച്ച വീടിനകത്ത് വന്ന് ജനിച്ചു പോയില്ല എന്നൊക്കെ ഞാൻ ഇരുന്ന് പ്രാഗിയിട്ടുണ്ട്. പക്ഷേ ആ രാത്രികളിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ അടിയൊക്കെ കൊണ്ട് ഇങ്ങനെ വന്ന് കിടന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങുമ്പോണ്ടല്ലോ, രാത്രി ഞാൻ നോക്കുമ്പോൾ ആ പാടിൻ്റെ മുകളിൽ കൈവച്ച് കരഞ്ഞ് പപ്പ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ട്, ഒത്തിരി കരയുന്ന കണ്ടിട്ടുണ്ട് എൻ്റെ പപ്പ. എനിക്ക് ചിലപ്പോൾ മനസ്സിനകത്ത് തോന്നും, ഉള്ള അടിയെല്ലാം അടിച്ചിട്ട് ഇപ്പം എന്തിനു വന്നിരുന്ന് കരയുന്നതെന്ന് എനിക്ക് തോന്നും. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എൻ്റെ മോനൊരു കുരുത്തക്കേട് കാണിച്ചു. കുറേ സമയത്ത് ഞാനോട് അടങ്ങിയിരിക്കട, അവനങ്ങ് സെറ്റീരെ മണ്ടയ്ക്ക് കയറുന്നു, അതുവഴി കമ്പി കൂടെ വലിഞ്ഞു കയറുന്നു. അടങ്ങിയിരിക്കാൻ പറഞ്ഞ് അതൊക്കെ അങ്ങ് വിട്ടു. ഞാൻ വന്ന് ഈ മെസ്സേജ് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് കട്ടിൽ നിന്ന് മെസ്സേജ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ ചെവിയിൽ വന്നിട്ട് കൂവെന്ന് പറഞ്ഞൊരു ഒറ്റ കൂവക്കം. എന്നിട്ട് ഞാൻ നേരെ അവൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇനി നീ ഊതുവോടാ? ചോദിച്ച് തീർന്ന ഉടനെ അവൻ ഇനിയും ഊതും. ഞാൻ ഇനി ഊതുവോടാന്ന് ചോദിച്ചതും ഇനിയും ഊതുവെന്നും പറഞ്ഞതും അറിയാതെ, ഞാൻ പോലും അറിയാതെ എൻ്റെ കൈ ഒരു അടി അങ്ങ് കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കിയോ, കൊച്ചിൻ്റെ കാലിൽ ആ പാട് വന്നു കേട്ടോ, ചെറിയൊരു പാട്, ഇങ്ങനെ അടി കൊടുത്തതിൻ്റെ പാടിങ്ങനെ വന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അവനത് മറന്നു. പക്ഷേ ഒരപ്പനായ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു മുറിവ് വരച്ചിട്ടതുപോലെ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ വേദന ഇപ്പോഴും കിടപ്പുണ്ട്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരപ്പൻ തൻ്റെ മക്കളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ വാങ്ങുന്ന മക്കൾക്കുണ്ടാകുന്നതിനേക്കാളും അധികം വേദന അപ്പൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. സ്തോത്രം, കർത്താവിന് മഹത്വം. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവമാണെന്നറിയാമോ? സ്തോത്രം, കർത്താവിന് മഹത്വം. അവന് നമ്മോട് കരുണ തോന്നും, ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, അപ്പൻ്റെ വീട്ടിൽ ചിലപ്പോൾ ശാസന കാണും. സ്തോത്രം. അപ്പൻ്റെ വീട്ടിൽ ഉപദേശം കാണും, അപ്പൻ്റെ വീട്ടിൽ ശിക്ഷ കാണും. പക്ഷേ അതൊന്നും നീ നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടല്ല. അത് നാളെ നമുക്ക് മനസ്സിലാകും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത് അതെനിക്ക് നന്മയ്ക്കായി മാറിയല്ലോ. ഞാൻ ആ സാഹചര്യത്തിനകത്തൂടെ കടന്നുപോയപ്പോൾ അതെനിക്ക് തിന്മയ്ക്കായി ഭവിച്ചില്ല, അതെന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി മാറി.
ഇസ്രായേലിനോടും ദൈവം ഇതാണ് ചെയ്തത്. അവർക്ക് നേർവഴി കാണിച്ചു കൊടുത്തു, അപ്പന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷേ ഇസ്രായേൽ ജനം എന്താ തിരിച്ചു ചെയ്തെന്നറിയാമോ? അവർ ദൈവത്തെ ഉപേക്ഷിച്ച് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അപ്പന്റെ ഹൃദയം മനസ്സിലാക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സഞ്ചരിക്കാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ കൃത്യമായ ഉദാഹരണം നമുക്ക് എവിടെ കാണാമെന്നറിയാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായം 11 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നുള്ള ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒന്ന് വായിച്ച മോനെ അതിന്റെ 11-12 വാക്യങ്ങളൊക്കെ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്കു തരണമേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ 2 മക്കളെ കുറിച്ച് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് ചോദിക്കുക, അപ്പാ ഞങ്ങളുടെ ഷെയർ തരണം, ഞങ്ങളുടെ ഷെയർ തരണം. അപ്പൊ അപ്പൻ എന്ത് ചെയ്തു? മൂത്ത മകനും ഇളയ മകനും ഷെയർ പകുത്തു കൊടുത്തു. ഇളയ മകൻ തൻ്റെ ഷെയറും മേടിച്ചിട്ട് ദൂരദേശത്തേക്ക് എന്ത് ചെയ്തു? യാത്ര ചെയ്തു പോയി. സ്തോത്രം. എന്തായിരിക്കും ആ മനുഷ്യന്റെ, ആ പുത്രന്റെ മനസ്സിലുണ്ടായിരുന്നത്? സ്തോത്രം. ഒന്ന് ചിന്തിച്ചേ. അപ്പന്റെ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടിയില്ല? സ്വാതന്ത്ര്യം കിട്ടിയില്ല. സ്തോത്രം. എന്തൊക്കെ ഒത്തിരി പരാതികളായിരിക്കാം ആ മനുഷ്യന്റെ മനസ്സിനകത്ത്. നിങ്ങളൊന്ന് കണ്ടേ, നിങ്ങളാണ് ആ മനുഷ്യനൊന്നൊന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടേ. അപ്പന്റെ വീട്ടിൽ നിന്ന് ഷെയറും മേടിച്ചിട്ട് ദൂരെ പോയി താമസിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യന്റെ മനസ്സിൽ നിറച്ച് ചിലപ്പോൾ പരാതികളായിരുന്നിരിക്കാം, അല്ലേ? അപ്പനെ കുറിച്ചുള്ള പരാതികളായിരിക്കാം. അപ്പൻ നന്നായിട്ട് നോക്കുന്നില്ലെന്നോ, അപ്പൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്നോ. സ്തോത്രം. അവൻ ദൂരദേശത്തേക്ക് യാത്രയായി, അവൻ ദുർനടപ്പുകളിൽ ഏർപ്പെട്ട് അവന്റെ സ്വത്തിനെ നാനാവിധമാക്കി കളഞ്ഞു എന്നാ കാണുന്നേ. അടുത്ത് താഴോട്ട് നമ്മൾ വരുമ്പോ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. വാക്യം 14 വായിച്ചു മോനെ. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. ആ ദേശത്ത് എന്നാ ഉണ്ടായി? കഠിന ക്ഷാമം ഉണ്ടായി. നമ്മൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. അപ്പന്റെ വീട് വിട്ട് ഇറങ്ങി തിരിച്ചാൽ ചില ക്ഷാമങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. കയ്യിലുണ്ടായിരുന്നതൊക്കെ ഡ്രൈ ആയി പോകുന്ന ചില അവസ്ഥകൾ ജീവിതത്തിനകത്തുണ്ടാകും. പക്ഷെ എന്നാൽ അപ്പന്റെ വീട്ടിനകത്ത് വസിച്ചാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ക്ഷാമകാലത്തും ഈ അപ്പൻ നിന്നെ ക്ഷേമമായി പോറ്റുന്ന അപ്പനാണ്. ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെന്നെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ആമേൻ. അപ്പൊ അപ്പന്റെ വീട്ടിൽ വസിച്ചാൽ ക്ഷാമകാലത്തും അപ്പൻ നിന്നെ ക്ഷേമത്തോടെ പോറ്റാൻ കഴിവുള്ളവനാണ്. ഈ മകൻ സ്വത്തെല്ലാം മേടിച്ചിട്ട് ദൂരദേശേക്ക് യാത്രയായി. അവന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടായിരിക്കുക യാത്ര ചെയ്തേ, അല്ലേ? പക്ഷേ അവൻ വിചാരിച്ചതുപോലെ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല? സംഭവിച്ചില്ല. അവനൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, അവന്റെ കയ്യിലുള്ളത് മുഴുവൻ ഡ്രൈ ആയി പോയി. കർത്താവിന്റെ മഹത്വം. അവന്റെ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ നഷ്ടമായി. ഒരു വലിയ ക്ഷാമം ഉണ്ടായെന്ന അവിടെ പറഞ്ഞേക്കുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ വിട്ട് അകന്നു പോകുന്ന ഓരോ ദൈവമക്കളും, ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നീ ദൈവത്തിനെ വിട്ട് എത്രത്തോളം അകലുമോ അത്രത്തോളം നിന്റെ പോക്കറ്റ് കാലിയാകുന്നത് മാത്രമല്ല, നിന്റെ ജീവിതത്തിനകത്ത് നീ ക്ഷാമത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരിക്കും അത്. അവന് പിന്നെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി. കാരണം കഴിക്കാൻ പോലും അവൻ്റെ കയ്യിൽ എന്തില്ല? പൈസയില്ല. സ്തോത്രം. അവൻ എന്തെങ്കിലും കഴിച്ചാൽ മതി. പോയിട്ട് ആഗ്രഹിക്കുകയാണ്, പന്നി തിന്നുന്നതിൻ്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യാം? അതെങ്കിലും അത്രയ്ക്ക് ക്ഷാമം ബാധിച്ചതേ. 16-ാമത്തെ വാക്യം മോനെ വായിച്ചേ. 16-ാമത്തെ വാക്യം. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവൻ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. അവിടെ നിന്ന് ഒരു ദൂതൂടെ പറയട്ടെ. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് പലതും ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്കകത്തോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ വഴി കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവൻ ചിന്തിച്ചു.
പക്ഷെ എന്നാ പറയാനാ, അവന് അങ്ങനെ കഴിക്കാൻ പോലും ആരും അവൻ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. സ്തോത്രം. പന്നിക്ക് കൊടുക്കുന്ന വാളവിര തിന്നെങ്കിലും ജീവിക്കാമെന്നവൻ ചിന്തിച്ചു, പക്ഷേ അവനാരും കൊടുക്കാനുണ്ടായില്ല. സ്തോത്രം. കർത്താവിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചാപ്പൻ നമ്മളെ സഹായിക്കുമെന്ന, നമ്മുടെ മാമൻ നമ്മളെ സഹായിക്കുമെന്ന. ചെല്ലു പറയുന്നത് എൻ്റെ തലമുറകൾ എന്നെ നോക്കുമെന്ന. നോക്കും, നല്ല അനാഥ മന്ദിരം നോക്കും. ഏതൊരു മനുഷ്യൻ്റെയും മുമ്പിൽ ആരും സഹായിക്കാൻ ഇല്ലാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ മനുഷ്യൻ്റെയും ഫ്രണ്ടിൽ ആരും സഹായിക്കാനില്ലാത്ത ചില നിമിഷങ്ങൾ, ചില അധ്യായങ്ങൾ വരും. ആരും കരം പിടിക്കാനില്ലാത്ത ചില അധ്യായങ്ങൾ വരും. ഇതാ ഈ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നുപോയി. അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ വിചാരിച്ചു എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു. പറ്റിയില്ല. വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചു. ആരും അവൻ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വായിക്കുന്നു, അങ്ങനെ ഇരിക്കുമ്പോൾ അവന് സുബോധം വന്നു. മക്കൾ ആ വാക്യം വായിച്ചേ ഒന്നൂടെ. അപ്പോൾ അവന് സുബോധം വന്നു. എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു. ആമേൻ. അപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്, സുബോധം വന്നത്. നമ്മുടെയൊക്കെ ആരാധനകളെ പുറത്ത് നിൽക്കുന്നവർ പറഞ്ഞ് കളിയാക്കുന്നത് അവനൊക്കെ സുബോധമില്ലാതെ അവിടെ പോയി ഇരുന്ന് കൈകൊട്ടലും പാട്ടലും വല്ല ആവശ്യം ഉണ്ടോന്നാണ്. യഥാർത്ഥം പറഞ്ഞാൽ സുബോധം ഉള്ളത് നമുക്കാണ്. അതാണ് ഏറ്റവും വലിയ സത്യം. സുബോധം വന്നവരാണ് ഇതിനകത്തിരിക്കുന്നത്. സുവിശേഷം ആരുടെയും സുബോധം നശിപ്പിക്കുകയല്ല, സുവിശേഷം ഒരു വ്യക്തിയെ സുബോധമുള്ളവനാക്കുകയാണ്. ഇന്നത്തെ തലമുറകളൊന്നും നോക്കുകയെ, ലഹരികൾക്ക് അടിമപ്പെട്ടാൽ അവർക്ക് സുബോധമില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാർത്താ മാധ്യമങ്ങൾ എടുത്ത് പഠിച്ചാൽ ആമേൻ, ലോകത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നില്ലേ? അതിൻ്റെയൊക്കെ അവസാനം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ സംഭവം നടക്കുമ്പോൾ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? സുബോധമില്ലാത്ത ഒരു കൂട്ടം തലമുറകൾ, ലഹരിക്ക് അടിമയായിരിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ. ഇന്ന് പകൽക്കാലം ഈ സുവിശേഷം പ്രസംഗിക്കുന്ന എനിക്ക് തൻ്റെ ഇടത്തോടെ ഈ ദേശത്തോട്, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ദൈവജനത്തോട്, ഈ കേൾക്കുന്ന മാതാപിതാക്കളോട്, ജനത്തോട് എല്ലാം ഉറച്ച സ്വരത്തോടെ പറയുവാൻ കഴിയും, യേശുവിൻ്റെ സന്നിധിയിൽ നീ കടന്നു വന്നാൽ നിന്റെ സുബോധം നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് ദൈവം കരം നീട്ടും. നിന്റെ സുബോധം നഷ്ടപ്പെട്ട തലമുറയുടെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുവിശേഷം ആരെയും സുബോധം കെടുത്തുകയല്ല, സുബോധം വരുത്തുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അപ്പോഴാ മകൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. സ്തോത്രം. ഞാനോ ഇവിടെ കിടന്ന് വിശക്കുന്നു. അവന് സുബോധം വന്നു. എന്നിട്ട് അവൻ ചില തീരുമാനങ്ങൾ അവിടെ എടുക്കുന്നുണ്ട്. മക്കളൊന്ന് വായിച്ചേ, ആ തീരുമാനങ്ങൾ എന്തോ എടുത്തെന്ന്. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെല്ലും. അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. സ്തോത്രം. സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി അവൻ ചെയ്തത് തെറ്റാണെന്ന്. പാപത്തെക്കുറിച്ച് ബോധം വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനെയാണ് നമ്മുടെ ആത്മീക ഭാഷയിൽ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ പാപിയാണെന്നും ഞാൻ ഇപ്പം നിൽക്കുന്ന വഴി ചൊവ്വയുള്ളതല്ലെന്നും മനസ്സിലാക്കിയവൻ സുബോധത്തിൽ വരുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. അവന് മാനസാന്തരം ഉണ്ടായി, അവന് സുബോധം വന്നു. ഇനി നിന്റെ മകനെന്ന വിളിപ്പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. സ്തോത്രം. എന്നിട്ട് ഈ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പ്രതീക്ഷയോടെ ഓടിപ്പോവുകയാ. അപ്പനവനെ ദൂരത്ത് നിന്ന് കണ്ട് അപ്പന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ കാണുന്നത്, അപ്പൻ അവനെ ചേർത്ത് പിടിച്ചു. സ്തോത്രം. അവന്റെ കഴുത്തിനെ ചേർത്ത് പിടിച്ചിട്ട് അവനെ ചുംബിച്ചു. മക്കളെ ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. എൻ്റെ അപ്പന് നിന്നെ കാണാം. നീ എത്ര ദൂരത്തായിരുന്നാലും എൻ്റെ അപ്പന് നിന്നെ കാണാം. ഹല്ലേലൂയ. നമ്മൾ എത്ര ദൂരത്ത് പോയാലും നമ്മുടെ അപ്പൻ നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവൻ നമ്മെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് കഴുത്തിന് കെട്ടിപ്പിടിച്ചിട്ട് അവനെ ചുംബിച്ചു. അപ്പൻ തന്റെ ദാസന്മാരോട്, അപ്പൻ തന്റെ വേലക്കാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന്, മേൽത്തരമായ അങ്കി അവൻ എന്ത് ചെയ്തു? കൊണ്ട് ധരിപ്പിപ്പിൻ. സ്തോത്രം. മേൽത്തരമായ അങ്കി അപ്പൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാൻ കൽപ്പിക്കുക. അപ്പൊ അവ ഇട്ടിരുന്ന ഉടുപ്പ് എങ്ങനെയുള്ളതാ? സ്തോത്രം. ഒരു ഭ്രാന്തനെ പോലെ
അഴുക്ക് പിടിച്ച, ഒരുപക്ഷെ കീറിപ്പറഞ്ഞ് അഴുക്ക് പിടിച്ച നാറ്റം വമിക്കുന്ന ഒരു ഡ്രസ്സായിരിക്കും അവനുണ്ടായിരുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന എല്ലാവന്റെയും ഗതി ഇതായിരിക്കും. നിന്റെ ജീവിതം നാശകൂപത്തിൽ പതിച്ചു കിടന്നതാണ്. നീ വന്ന് നിൽക്കുന്നത് നാറ്റം വമിക്കുന്ന ജീവിതത്തിൽ നിന്നാണ്. എന്നാൽ എൻ്റെ അപ്പനൊരു സന്തോഷ വാർത്ത നിന്നോട് പറയുവാനുണ്ട്. അപ്പന്റെ അടുത്തേക്ക് നീ എപ്പ വരുമോ അവനൊരു രക്ഷയുടെ പുതുവസ്ത്രം നിന്നെ ധരിപ്പിക്കോ. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവന്റെ കൈക്കണിയാൻ മോതിരവും അവന്റെ കാലിന് ചെരുപ്പും കൊടുക്കുന്ന ഒരു നല്ല അപ്പൻ. എന്നിട്ടൊരു വിരുന്ന് കഴിക്കുക. എൻ്റെ ഈ മകൻ കാണാതെ പോയിരുന്നവനായിരുന്നു, എന്നാൽ ഇന്ന് കണ്ടു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിരുന്ന് കഴിക്കാൻ പറയുക. ആമേൻ. ഈ വചനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യമുണ്ട്. ആമേൻ. ഏതെങ്കിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ആമേൻ ദൈവത്തിങ്കലേക്ക് അടുത്ത് വന്നാൽ, അത് നീ എത്ര പാപത്തിനകത്ത് കിടന്ന വ്യക്തിയാണെങ്കിലും, എത്ര ശാപത്തിന്റെ അകത്ത് കിടന്ന വ്യക്തിയാണെങ്കിലും, നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ നിന്നെ സ്വീകരിക്കുന്നത് ഒരപ്പന് തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഒരു പുതിയ വസ്ത്രം നിന്റെ മേൽ ധരിപ്പിച്ച് അവൻ പുതിയ അവകാശത്തെ നിനക്ക് തന്ന് അവൻ നിന്നെ ചേർത്ത് പിടിക്കാൻ സ്നേഹമുള്ള അപ്പനാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം എത്ര പേർ ജീവിതത്തിനകത്ത് രുചിച്ചറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് പകൽക്കാലം മനസ്സിനകത്ത് പറയണം, എൻ്റെ അപ്പനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് വിട്ട് ഞാൻ പുറത്തു പോകാൻ പാടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ, അപ്പന്റെ വീട്ടിൽ വസിക്കണമെങ്കിൽ അപ്പൻ തരുന്ന ഉടുപ്പ് ധരിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൻ തരുന്നൊരു രക്ഷയുടെ വസ്ത്രമുണ്ട്. അപ്പൻ പറയുന്നത് പോലെ മുടിവെട്ടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇതൊക്കെ ആയിരുന്നു അവന്റെ ആദ്യത്തെ പ്രശ്നവും. സ്തോത്രം. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, എപ്പോഴും അപ്പൻ പറയുന്നത് പോലെ ചെയ്യണം. ഞാൻ എന്നെ അപ്പന്റെ അടിമയാണോ എന്ന് ചിന്തിച്ചവനാ. സുബോധം വന്നവൻ തിരിച്ചു വന്നു. അവന് വേണ്ടി അപ്പൻ ചിലത് കരുതി വെച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര നല്ല കർത്താവ് അല്ലേ? എത്ര പാപത്തിൽ കിടന്നവനായാലും, എത്ര തകർച്ചയിൽ കിടന്നവനായാലും എൻ്റെ കർത്താവ് നിന്നെ ഇന്ന് പകലിൽ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എത്ര തകർച്ചയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര ശാപത്തിന്റെ അകത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അവനിന്നും നിങ്ങളെ സ്വീകരിപ്പാൻ റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ മോനെ, താഴോട്ട് വായിക്കുമ്പോൾ ആ വീട്ടില് ഒരു മൂത്ത മകനുണ്ടല്ലേ, മൂത്ത മകൻ കൂടെ ഉണ്ട്. ആ മൂത്ത മകൻ എന്നാ പറഞ്ഞെന്നറിയാം? ആ മൂത്ത മകൻ വയലിൽ നിന്ന് കയറി വരുവാ. വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ ഒരു വലിയ ആഘോഷം നടക്കുക അല്ലേ? ഒരു വലിയ ആഘോഷം വീട്ടിൽ നടക്കുക. അപ്പൊ അവൻ അവന്റെ അടുത്ത് നിന്ന ജോലിക്കാരനോട് ചോദിക്കുക, എന്തുവാടാ വീട്ടില് ആഘോഷം നടക്കുന്നത്? രാവിലെ പോയപ്പോ ഒന്നും ഇല്ലായിരുന്നല്ലോ, അപ്പന്റെ ബർത്ത്ഡേ വല്ലോ ആണോ? എന്തുവാന്ന് അവനൊരു സംശയം. എന്നാ നടക്കുന്നത്? ഉടനെ കൂലിക്കാരൻ പറഞ്ഞു, എടാ നിന്റെ അനിയൊരുത്തൻ ഉണ്ടായിരുന്നല്ലോ ഇവിടുന്ന് പൈസയും അടിച്ചുകൊണ്ട് പോയേ, അവൻ തെണ്ടിത്തിരിഞ്ഞ് അവസാനം വന്നിട്ടുണ്ട്. നിന്റെ അപ്പൻ ഒരു വലിയ വിരുന്ന് കഴിച്ചിരിക്കുക. സ്വോത്രം. വീട്ടിനകത്തുണ്ടായിരുന്ന മകന് അസൂയ ഉണ്ടായി. സ്വോത്രം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ് അസൂയ പാടില്ലെന്ന് പറഞ്ഞേ. അസൂയ പാടില്ല. ആമേൻ. സഭയ്ക്കകത്തായാലും നിങ്ങൾ സഭയുടെ മക്കളാ. പുതിയ ഒരാൾ രക്ഷിക്കപ്പെട്ട് വരുമ്പോ ഈ കസേര വർഷങ്ങൾ കൊണ്ട് ഞാനിരിക്കുന്ന കസേര ആർക്കും ഞാൻ എന്ത് ചെയ്യൂല. അങ്ങനെ ഇവിടെ ഒരു കസേരയും ഇല്ല കേട്ടോ. കസേര കളിയൊക്കെ അങ്ങ് വിളിയില്ലേ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കസേര കളി. ഇതിനകത്ത് കസേര കളിയൊന്നുമില്ല. നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. ഈ സഹോദരനോ നിന്റെ ഈ സഹോദരൻ അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു. കണ്ടു. ആരെങ്കിലും ഒക്കെ രക്ഷിക്കപ്പെട്ട് വരുന്നെങ്കിൽ അവരെ സ്വാഗതം ചെയ്യണം. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. അപ്പനും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് അപ്പൻ പറയുക, നിന്നെ അതുകൊണ്ട് തഴഞ്ഞതല്ല എടാ, ഇത് ഈ അപ്പന്റെ കയ്യിലുള്ളതെല്ലാം ആർക്കുള്ളതാ? എടാ നിന്റെതാ. സ്തോത്രം. നിനക്കുള്ളതെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. അപ്പന്റെ കയ്യിൽ കരുതലുണ്ട്. നമുക്കിനി വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യം. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികമായിരിക്കും. ഹല്ലേലൂയ.
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ ഭവനത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവൻ കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ഇടറി വീണായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ തിരിച്ചറിയണം, അവൻ നിന്നെ സ്നേഹിക്കുന്ന അപ്പൻ അവനെ തള്ളിക്കളഞ്ഞിട്ടില്ല. നിനക്ക് അവകാശമുണ്ട്. അവനെയും ചേർത്ത് പിടിക്കാൻ എൻ്റെ അപ്പൻ ശക്തനാണ്. വീണ് കിടക്കുന്നവനെയും താങ്ങാൻ അവൻ്റെ കരങ്ങൾ ശക്തമാണ്. ഇന്ന് പകലിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, വീണ് കിടക്കുന്ന ചിലതിനെ താങ്ങിപ്പിടിക്കുവാനുള്ള ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീണവനെ നോക്കി കളിയാക്കുകയല്ല ചെയ്യേണ്ടത്. വീണവനെ നോക്കി അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് പറ്റണം. വീണ് കിടക്കുന്നവനോട് ചേർത്ത് പിടിക്കുന്ന അപ്പനെ കുറിച്ച് പറയാൻ നിന്നെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുക.